സംസ്ഥാനത്ത് കനത്ത പോളിംഗ്. 6 മണിയോടെ ഔദ്യോഗിക സമയം അവസാനിച്ചുവെങ്കിലും പല ബൂത്തുകളിലും നീണ്ട നിരയാണ് ഇപ്പോഴും കാണപ്പെടുന്നത്. 2014 ലോക്സഭ പൊതു തെരഞ്ഞെടുപ്പിനേക്കാൾ വളരെ കൂടുതൽ പോളിംഗ് ശതമാനമാണ് ഇക്കുറി എല്ലാ മണ്ഡലങ്ങളിലും രേഖപ്പെടുത്തുന്നത്. ഇതിൽ 8 മണ്ഡലങ്ങൾ എടുത്തു പറയേണ്ടതാണ്. കനത്ത പോളിംഗ് ആണ് ഈ 8 മണ്ഡലങ്ങളിൽ നടക്കുന്നത്. വോട്ടിംഗ് അവസാനിക്കാൻ 3.5 മണിക്കൂർ ശേഷിക്കെ സംസ്ഥാനത്തെ പകുതിയിലേറെ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നതാണ് ഏറെ സവിശേഷമായി എടുത്തു പറയേണ്ടത്. പോളിംഗ് ശതമാനം 4 മണിക്കൂറിന് മുൻപ് 51%. 7.5 മണിക്കൂർ കൊണ്ട് വോട്ട് ചെയ്തവർ കേരളത്തിലെ 1,33,00,000 ആളുകൾ. പോളിംഗ് ബൂത്തുകളിൽ ഉച്ചയ്ക്ക് മുൻപ് വരെ ഉണ്ടായിരുന്ന വൻ തിരക്ക് പിന്നീട് കുറയുകയായിരുന്നു. 3 മണിക്ക് ശേഷം തിരക്ക് ഏറി വന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 74% മാത്രമായിരുന്നു പോളിംഗ്. മരിച്ചവരെയും ഇരട്ടിച്ച പേരുകളും പരമാവധി ഒഴിവാക്കി വോട്ടർ പട്ടിക ശുദ്ധീകരിച്ച ശേഷമുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77.35% പോളിംഗ്. ഇക്കുറി ഈ കണക്കുകളെയൊക്കെ അട്ടിമറിക്കുന്നതാണ് ഇപ്പോഴത്തെ പോളിംഗ് നില. സംസ്ഥാനത്ത് ഇതുവരെയുള്ള പോളിംഗ് ശതമാനം കണക്കിലെടുക്കുമ്പോൾ 2014 പോളിംഗിനെ മറികടന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 74.04% പോളിംഗ് എങ്കിൽ ഇപ്പോൾ പോളിംഗ് നില 75%-ലേറെ എത്തിയിരിക്കുന്നു. ഈ ഞെട്ടിക്കുന്ന പോളിംഗ് കണക്കൂട്ടലുകളിൽ മുഴുകിയിരിക്കുകയാണ് ഇപ്പോൾ മുന്നണികൾ. ഈ പോളിംഗ് നില ആർക്കനുകൂലമാകും എന്നതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. പോളിംഗ് ശതമാനം കൂടുന്നത് പൊതുവെ UDF-ന് അനുഗ്രഹമാകുമെന്നാണ് കണക്കുകൂട്ടലുകൾ. പ്രത്യേകിച്ച് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകളിൽ പോളിംഗ് ശതമാനം ഉയരുന്നത് UDF-ന് പൊതുവെ ഗുണകരമാകാറാണ് കേരളത്തിൽ. ഏറെ സവിശേഷതകളുണ്ട് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്. ഒരു നിയമസഭാ കാലഘട്ടത്തിലെ മധ്യഭാഗത്തായി നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊതുവെ ഭരണവിരുദ്ധ വികാരമാണ് കൂടുതലായി പ്രതിഫലിക്കാറുള്ളത്. എന്നാൽ ഇക്കുറി ശബരിമല വിഷയവും അതേ തുടർന്നുള്ള BJP-യുടെ സമര പരിപാടികളും ആശയപ്രചരണമായിരുന്നു മുൻപന്തിയിലേക്ക് കടന്നു വന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ വനിതാ മതിൽ ഉൾപ്പെടെ LDF തീർത്ത കോട്ടകൾ നിലംപതിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ശബരിമല വിഷയത്തിൽ ആദ്യം മിതത്വം പാലിച്ചിരുന്ന UDF പിന്നീട് സമരപരിപാടികളിലേക്ക് കടന്നുവെങ്കിലും BJP ഏറെ മുൻപോട്ട് പോയിരുന്നു. ശബരിമല വിഷയം മാത്രമായി ഒതുങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് വിശേഷത്തിന് പറയാനുള്ളത്. ശബരിമല വിഷയവും മോദിയും ഇന്ത്യയുടെ പ്രതിരോധ നടപടികളുമൊക്കെ ചർച്ചയാക്കുവാൻ BJP-ക്ക് ശക്തമായി കഴിഞ്ഞു. എന്നാൽ കോൺഗ്രസിനാവട്ടെ ഇടതുപക്ഷത്തിനെതിരെയുള്ള ശക്തമായ കടന്നാക്രമണത്തിന് ഇക്കുറി അത്ര കണ്ട് കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പോലും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് എല്ലാ വോട്ടർമാരിലും എത്തിക്കാൻ അവർക്കായില്ല എന്നതാണ് ഏറെ വേദനാജനകം. സംഘടനാ തലത്തിൽ ഏറെ ദൗർബല്യങ്ങൾ കോൺഗ്രസിനുണ്ടായിരുന്നു. ഇക്കുറി സ്ഥാനാർത്ഥികൾക്ക് ആവശ്യാനുസരണം ഫണ്ട് എത്തിക്കുവാനോ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ നടത്തുവാനോ വേണ്ട വിധത്തിൽ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. ശബരിമല വിഷയത്തെ തുടർന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ശക്തമായ പിന്തുണ ഉറപ്പിച്ചിരുന്ന പിണറായി വിജയനും LDF-നും ഇരുട്ടടിയേറ്റതുപോലെയായി രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള കടന്നുവരവ്. അതോടെ തെരഞ്ഞെടുപ്പ് മോദിയും BJP-ക്കുമെതിരെയുള്ള ഒരു പടയോട്ടമായി മാറി ന്യൂനപക്ഷങ്ങൾക്കും കേരളത്തിലെ ഒരു വിഭാഗം ജനത്തിനും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യെ തറപറ്റിക്കുവാൻ LDF-നോടൊപ്പം നെഞ്ചുരുമി നിന്ന ന്യൂനപക്ഷങ്ങൾ ഇക്കുറി ഇത്തിരി മാറി നിന്നു. രാഹുൽ ഗാന്ധിയുടെ വരവിൽ മോദിയോട് ഏറ്റുമുട്ടാൻ ചങ്കുറപ്പുള്ള ഭാവി പ്രധാനമന്ത്രിക്ക് തന്നെ തങ്ങളുടെ കട്ട പിന്തുണ എന്ന് തെളിയിക്കുന്നതായിരുന്നു പല പ്രചരണങ്ങളും പ്രകടനങ്ങളും. രാഷ്ട്രീയ നിരീക്ഷകർ ഏറെ ഇപ്പോൾ വിലയിരുത്തുന്നത് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇത്തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDF-നും അനുകൂലമായി മാറി എന്നാണ്. അങ്ങനെയെങ്കിൽ ഇത് ഇടതുപക്ഷത്തിനാണ് ഏറെ ദോഷം ചെയ്യുക. BJP വിരുദ്ധത വേണ്ട വിധത്തിൽ പ്രചരണായുധമാക്കാൻ തീർച്ചയായും LDF-ന് കഴിഞ്ഞു. എന്നാൽ വിഷയം BJP വിരുദ്ധതയിൽ നിന്ന് മാറി മോദിയോടുള്ള നേർക്കുനേറുള്ള പോരാട്ടമായി മാറിയിരുന്നു. ഈ പോരാട്ടത്തിൽ മോദിക്കെതിരെ രാഹുൽ ഗാന്ധി എന്ന കരുത്തൻ്റെ കടന്നുവരവ് അത് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളും BJP വിരുദ്ധരും നെഞ്ചേറ്റിയെന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. വടകരയിലെയും ഇടുക്കിയിലെയും കനത്ത പോളിംഗ് സൂചിപ്പിക്കുന്നത് ഇത്തരം ചില കണക്കുകളാണ്. എന്നാൽ കേരളത്തിൽ പത്തനംതിട്ടയിലും തൃശ്ശൂരും പാലക്കാടും അതിശക്തമായ ത്രികോണ മത്സരത്തിന് വേദിയൊരുക്കാൻ BJP-ക്കായി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തിരുവനന്തപുരത്താകട്ടെ ഒരു പടി കൂടി കടന്ന് കുമ്മനം ബഹുദൂരം മുന്നിലെത്തിയെന്നായിരുന്നു സർവേകളും മാധ്യമ വാർത്തകളുമൊക്കെ.
കുമ്മനത്തിൻ്റെ തിരുവനന്തപുരത്തെ ഈ ജൈത്രയാത്ര ഒരുപക്ഷെ BJP വിരുദ്ധത ഒരുമിപ്പിക്കാൻ കാരണമായി എന്ന് ഇപ്പോൾ സന്ദേഹിക്കപ്പെടുന്നു. ഇതിൽ ശശി തരൂരിന് അനുകൂലമായ ഒരു മൂവ്മെൻറ്റ്, പ്രത്യേകിച്ച് C. ദിവാകരൻ ജയിക്കില്ല എന്ന കാഴ്ചപ്പാടോടെ വലിയൊരു വിഭാഗം മാറിയോ എന്നും ഇപ്പോൾ സംശയിക്കുന്നു. കൃത്യമായ വിലയിരുത്തലുകൾ നടക്കുമ്പോൾ വേണ്ടത്ര അവധാനതയോടെ ഇടതുപക്ഷവും പിണറായി വിജയനും ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്ന് വേണം കരുതാൻ. ശബരിമല വിഷയത്തെ വിശ്വാസികളുടെ ഒരു പ്രശ്നമായി കാണാനോ അതിനനുസരിച്ചുള്ള പരിഹാരം നിർദ്ദേശിക്കുവാനോ സർക്കാരിനായില്ല. അതായിരുന്നു സർക്കാരിനേറ്റ ഏറ്റവും വലിയ പ്രഹരം. ആദ്യ 1.5 വർഷക്കാലം തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്നുള്ള പിണറായി വിജയൻ്റെ ജൈത്രയാത്രയായിരുന്നു കേരളം കണ്ടത്. പക്ഷേ പിന്നീട് വന്ന പ്രളയവും ശബരിമല വിഷയവും പിണറായിയുടെ ഇമേജ് തകർത്തു. ധാർഷ്ട്യവും അഹങ്കാരവുമാണ് പിണറായിയെയും സർക്കാരിനെയും നയിക്കുന്നതെന്ന് കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി. ആ ജനങ്ങളുടെ ധാരണയാണ് ഇപ്പോൾ നിഷേധ വോട്ടുകളായി മാറുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. LDF കണക്കുകൂട്ടുന്നത് വ്യത്യസ്തമാണ്. കഴിഞ്ഞ തവണ 8 സീറ്റ് നേടിയെങ്കിൽ ഇക്കുറി 6, 7 എണ്ണമോ നിലനിർത്താൻ കഴിഞ്ഞുവെങ്കിൽ അത് തങ്ങളെ സംബന്ധിച്ച് ഉജ്ജ്വല വിജയമെന്നാണ് ഇപ്പോൾ LDF കണക്കുകൂട്ടുന്നത്. രാഹുൽ ഗാന്ധിയുടെ വരവിൽ UDF ബഹുദൂരം മുന്നിലെത്തി എന്ന് തന്നെ ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്തകളും വിശകലനങ്ങളും വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് BJP. തിരുവനന്തപുരത്തെ ഈ കനത്ത പോളിംഗ് BJPക്ക് അനുകൂലമാകുമോ അതോ ശശി തരൂരിന് അനുകൂലമാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. തീരദേശ മേഖലകളിൽ അതിശക്തമായ പോളിംഗാണ് ഇക്കുറി രേഖപ്പെടുത്തിയത്. ഇത് ശശി തരൂരിന് അനുകൂലമാകും എന്നുള്ള വിലയിരുത്തൽ കോൺഗ്രസ് ക്യാമ്പുകളിൽ ഉയരുന്നുണ്ട്. പത്തനംതിട്ടയിലേത് അമ്പരപ്പിക്കുന്ന വോട്ടിംഗ് ശതമാനമാണ് ഇക്കുറി. പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ്റേത് മിന്നുന്ന പ്രകടനം തന്നെയായിരുന്നു. മത്സരത്തിൻ്റെ ആദ്യപാദത്തിൽ വീണ ജോർജും ആൻഡോ ആന്റണിയും തമ്മിലായിരുന്നു പോരാട്ടമെങ്കിൽ ഞൊടിയിടയ്ക്കുള്ളിൽ സുരേന്ദ്രൻ മത്സരരംഗം കൈപ്പിടിയിൽ ഒതുക്കുന്ന അത്ഭുത കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. പത്തനംതിട്ടയിലേതും പ്രവചനാതീതമായി തന്നെ തുടരുന്നു. എന്തായാലും ഇക്കുറി അനുമാനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും അപ്പുറം അടിയൊഴുക്കുകളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത് എന്നുറപ്പ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.